ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓർക്കിഡ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു പ്ലാന്റിനെ കുറിച്ചാണ്. എല്ലാവർക്കും വളരെ പരിചയമുള്ളൊരു ചെടിയാണ്. നഴ്സറിയിൽ പോയി കഴിയുമ്പോൾ കളേഴ്സിന് ഒരുപാട് ഓപ്ഷൻസ് വരുന്നതാണ്. നഴ്സറിയിൽ 10 രൂപ 20 രൂപ ആ റേറ്റിന് ചെറിയ തൈകൾ കിട്ടുന്നുണ്ട്. വലിയ പ്ലാന്റ് പൂക്കളോട് കൂടിയത് കവറിന് 80 രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. ഇത് വളർത്തുന്ന കാര്യത്തിൽ പക്ഷേ കുറച്ചൊരു ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. ഗാർഡനിങ്ങിൽ അത്ര എക്സ്പേർട്ട് ആയിട്ടുള്ളവരുടെ അടുത്തൊക്കെ ഇത് ഒരുപാട് നിൽക്കും. നമ്മുടെ കയ്യിൽ ഒരുപാടൊന്നും നിൽക്കില്ല. മഴ വരുന്ന സമയത്ത് നശിച്ചു പോകും. മണ്ണിൽ വെള്ളം കൂടിപ്പോയാൽ, കുറഞ്ഞു പോയാൽ, അതുപോലെ ഫെർട്ടിലൈസർ കൂടിപ്പോയാൽ, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഈ ഒരു ചെടി പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ്. ഒരു തവണ എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ രക്ഷിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. തണ്ട് നോക്കിയാൽ അറിയാം, ഒരുപാട് വെള്ളം ആവശ്യമുള്ള ചെടിയാണ്. ഡെയിലി നനയ്ക്കുന്നതാണ് നല്ലത്. ഒരുപാട് നനയ്ക്കാതെ ഡെയിലി കുറച്ച് നനയ്ക്കാം. അത് നനയ്ക്കുന്നതിനിടയിൽ ഗ്യാപ്പ് വരുമ്പം ആ സമയത്ത് മണ്ണ് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയാൽ ചെടി ഉണങ്ങി നശിച്ചു പോകും. അതുകൊണ്ട് മോയ്സ്ചർ എപ്പോഴും മണ്ണിൽ നിൽക്കണം. എന്ന് വെച്ച് വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ വേര് ചീഞ്ഞിട്ട് ചെടി നശിക്കാറുണ്ട്. അതുകൊണ്ട് നടുമ്പോൾ വെള്ളം വാർന്നു പോകുന്ന രീതിയിൽ വേണം മണ്ണ് തയ്യാറാക്കാൻ. മണ്ണ്, മണൽ, കമ്പോസ്റ്റ്, ചാണകപ്പൊടി അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ് 3 ഒരേ അളവിലെടുത്ത് മിക്സ് ചെയ്ത് നടാം. നടുന്ന സമയത്ത് ഒരു കൈ നിറയെ അളവിൽ എല്ലുപൊടി ചേർക്കാവുന്നതാണ്. ഫോസ്ഫറസ് കിട്ടിയാൽ നിറയെ പൂവിടും. അതിനുശേഷം പിന്നെ മാസത്തിൽ 2 തവണ 15 ദിവസം കൂടുമ്പോൾ 1 ടേബിൾ സ്പൂൺ എല്ലുപൊടി വീതം നൽകാം. ചാണകപ്പൊടി 3 മാസത്തിൽ ഒരിക്കലൊക്കെ നൽകിയാൽ മതി. കാരണം ചാണകപ്പൊടി, കമ്പോസ്റ്റ് തുടങ്ങിയ വളങ്ങളിൽ നൈട്രോജൻ ആണ് കൂടുതൽ. നൈട്രോജൻ മണ്ണിൽ കൂടുതലാവുമ്പോൾ ചെടിയിൽ ഇലകൾ ധാരാളമായിട്ട് വളരും. അതുകൊണ്ട് പൂവ് കുറച്ചേ ഉണ്ടാവുള്ളൂ. വളർച്ചയ്ക്ക് ആവശ്യമായ ചാണകപ്പൊടി മണ്ണ് തയ്യാറാക്കുമ്പോൾ ഇടുന്നുണ്ടല്ലോ. പിന്നെ കെമിക്കൽ ഉപയോഗിക്കുന്നവർ DAP ഉപയോഗിക്കാം. NPK ആണെങ്കിൽ NPKയിൽ ഫോസ്ഫറസ് കൂടുതലുള്ള റേഷ്യോ പറ്റും. ലിക്വിഡായിട്ട് വേണം നൽകാനായിട്ട്. മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 തവണ യൂസ് ചെയ്യാം. പിന്നെ ഷെയ്ഡിൽ വെക്കുമ്പോഴാണ് ഈ ചെടിയിൽ മാക്സിമം പൂക്കൾ വരാറുള്ളത്. നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന വിധത്തിൽ ഷെയ്ഡിൽ വെക്കാം. ചെറിയ അളവിൽ വെയിൽ കിട്ടുന്ന പ്ലേസും കുഴപ്പമൊന്നുമില്ല. നല്ല വെയിലാണ് വെക്കുന്നതെങ്കിൽ ഡെയിലി നല്ല പോലെ നനയ്ക്കണം. വളരുമ്പോൾ തനിയെ കൂടുതൽ ബ്രാഞ്ചസ് വരും. അങ്ങനെ ഇല്ലെങ്കിൽ പിഞ്ചിങ് ചെയ്താൽ മതി. നടുക്ക് ഇങ്ങനെ നുള്ളിക്കളയാം. അങ്ങനെ നുള്ളുമ്പോൾ 3-4 ബ്രാഞ്ച് വരും അവിടുന്ന്. കൂടാതെ താഴെ നിന്ന് വേറെ ബ്രാഞ്ചസ് വരാൻ തുടങ്ങും. പിഞ്ചിങ് ചെയ്യുന്നത് ചെടിക്ക് കൂടുതൽ ബ്രാഞ്ചസ് വരാനായിട്ടൊരു എൻകറേജ്മെൻ്റ് ആണ്. ഈ നുള്ളിയത് കളയേണ്ട കാര്യമൊന്നുമില്ല. വളരെ ചെറുതാണെങ്കിലും അത് നടാം. എനിക്ക് കുറേ എണ്ണം അങ്ങനെ സക്സസ് ആയിട്ടുണ്ട്. അതുപോലെ കട്ടിങ് എടുത്ത് നട്ടുപിടിപ്പിക്കാം. പൊതുവേ അസുഖങ്ങളൊക്കെ കുറവാണ് ഈ ചെടിയിൽ. പൗഡറി മിൽഡ്യൂ, ബ്ലാക്ക് സ്പോട്ട് ഒക്കെയാണ് വരിക. 15 ദിവസം കൂടുമ്പോൾ നീം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ വേപ്പിൻ പിണ്ണാക്ക് നേർപ്പിച്ച് ചെടിക്ക് ഒഴിച്ചു കൊടുക്കുന്നതും ചെടിയിൽ കൂടുതൽ ബ്രാഞ്ചസ് വരാനും അസുഖങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും നല്ലതാണ്. പിന്നെ മഴക്കാലം വരുമ്പോഴാണ് നല്ലപോലെ നമ്മൾ ഈ ചെടീനെ ശ്രദ്ധിക്കേണ്ടത്. എന്നാലേ ഇത് നശിക്കാതെ കിട്ടുള്ളൂ. സോ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. Bye.